ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് നോയമ്പൊക്കെ തുടങ്ങിയതുകൊണ്ട് രോഗങ്ങൾക്ക് വേണ്ടിയും കൂടെ നമുക്ക് ഓരോ ദിവസം നിയോഗം വെച്ച് പ്രാർത്ഥിക്കാമെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ട് ഞാൻ രോഗത്തെക്കുറിച്ച് പറയുന്നത് പിന്നെ ക്യാൻസർ രോഗികൾ നമുക്കറിയാം, നമുക്ക് ഒരു വിധത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു രോഗമാണ് ക്യാൻസർ. കാരണം സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു രോഗം മൂലം കഷ്ടപ്പെടുന്ന ഒരുപാട് ഞാൻ അവിചാരിതമായിട്ട് RCC പോയപ്പോൾ കണ്ടതാണ്. അത് കഴിഞ്ഞ് ഞാൻ ഇതിനുവേണ്ടി തന്നെയും പോയി കാണാൻ വേണ്ടി. അപ്പം നമുക്ക് ഒരാൾക്കെങ്കിലും മരുന്ന് വാങ്ങിക്കാനുള്ള പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ഒരു മാനസികമായിട്ട് ഇച്ചിരി സന്തോഷം കിട്ടും. ഒരുപാട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ക്യാൻസർ വന്ന് വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ബ്രസ്റ്റ്, പിന്നെ കിഡ്നി, യൂട്രസ്, അങ്ങനെയുള്ള ഒരുപാട് വിധത്തിൽ കഷ്ടപ്പെടുന്നത്. എത്ര സാമ്പത്തികം ഉണ്ടെങ്കിൽ തന്നെ ആ കീമോ എടുക്കുമ്പോഴുള്ള ഒരു അസ്വസ്ഥത അത് ഭയങ്കരമാണ്. അത് അനുഭവിക്കുന്നവർ പലരും പറഞ്ഞിട്ടുണ്ട്. മൂലമുള്ള കഷ്ടപ്പാട്, ശരീരത്തിന് ഏൽക്കേണ്ടി വരുന്ന ചൂടും വേദനയും ഒക്കെ അതരം അവർക്ക് വേണ്ടി ഞാൻ ഈ ബൈബിൾ വായനയോടൊപ്പം ഒരു നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി, ഈ കാണുന്ന ഓരോരുത്തരും ഒരു നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി അങ്ങനെയുള്ള രോഗികൾക്ക് വേണ്ടി 1 മിനിറ്റ് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, ഞങ്ങൾക്ക് വചനം വായിക്കുന്നതിന് ഉള്ള അനുഗ്രഹം തരണമേ. നല്ല രീതിയിൽ അത് വായിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും നമ്മുടെ ജീവിതത്തിൽ കൊച്ചു നന്മകൾ പ്രത്യേകിച്ച് നോയമ്പ് തുടങ്ങിയ സമയത്ത് ചെയ്യുന്നതിനുള്ള മനസ്സും തരണമേ എന്ന് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരനേക്കും ആമേൻ. നമുക്ക് വചനം വായിക്കാം. വചനം വായിക്കുന്നത് 22-ാമത്തെ അധ്യായമാണ്. ഉൽപ്പത്തി 22. അബ്രാഹത്തിന്റെ വിളി. പിന്നീട് ഒരിക്കൽ ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു. അബ്രാഹം അവിടുന്ന് വിളിച്ചു, ഇതാ ഞാൻ. അവൻ വിളി കേട്ടു. പിന്നീട് ഒരിക്കൽ ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു. അബ്രാഹം അവിടുന്ന് വിളിച്ചു, ഇതാ ഞാൻ. അവൻ വിളി കേട്ടു. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്ക് ഒരു ദഹനബലിയായി അർപ്പിക്കണം. അബ്രാഹാം അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് 2 വേലക്കാരെയും മകൻ ഇസഹാക്കിനെയും കൂട്ടി ബലിക്ക് വേണ്ട വിറകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. 3-ാം ദിവസം അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ അകലെ ആ സ്ഥലം കണ്ടു. അവൻ വേലക്കാരോട് പറഞ്ഞു, കഴുതയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനും മകനും അവിടെ പോയി ആരാധിച്ച് തിരിച്ചു വരാം. അബ്രാഹാം ദഹനബലിക്കുള്ള വിറകെടുത്ത് മകൻ ഇസഹാക്കിന്റെ ചുമലിൽ വെച്ചു. കത്തിയും തീയും അവൻ തന്നെ എടുത്തു. അവർ ഒരുമിച്ച് മുമ്പോട്ട് നടന്നു. ഇസഹാക്ക് തന്റെ പിതാവായ അബ്രാഹത്തെ വിളിച്ചു, പിതാവേ. എന്താ മകനെ? അവൻ വിളി കേട്ടു. ഇസഹാക്ക് പറഞ്ഞു, തീയും വിറകുമുണ്ടല്ലോ, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാട് എവിടെ? അവൻ മറുപടി പറഞ്ഞു, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. അവരൊന്നിച്ച് മുമ്പോട്ട് പോയി. ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രാഹാം അവിടെ ഒരു ബലിപീഠം പണിതു. വിറക് അടുക്കി വെച്ചിട്ട് ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിന് മീതെ കിടത്തി. മകനെ ബലി കഴിക്കാൻ അബ്രാഹാം കത്തി കയ്യിലെടുത്തു. തത്ക്ഷണം കർത്താവിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രാഹാം അബ്രാഹാം എന്ന് വിളിച്ചു. ഇതാ ഞാൻ. അവൻ വിളി കേട്ടു. കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്. നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. കാരണം നിന്റെ ഏകപുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല. അബ്രാഹാം തല പൊക്കി നോക്കിയപ്പോൾ തന്റെ പിന്നിൽ മുൾച്ചെടികളിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു. അവൻ അതിനെ മകനു പകരം ദഹനബലി അർപ്പിച്ചു. അബ്രാഹാം ആ സ്ഥലത്തിന് യാഹ്വേയിരെ എന്ന് പേരിട്ടു. കർത്താവിന്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുന്നുവെന്ന് ഇന്നുവരെയും പറയപ്പെടുന്നു. കർത്താവിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് വീണ്ടും അബ്രാഹത്തെ വിളിച്ചു പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നീ നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടി കാണിക്കായകൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും.
നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണൽത്തരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. ശത്രുവിന്റെ നഗര കവാടങ്ങൾ അവർ പിടിച്ചെടുക്കും. നീ എന്റെ വാക്കനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അബ്രാഹാം എഴുന്നേറ്റ് തന്റെ വേലക്കാരുടെ അടുത്തേക്ക് ചെന്നു. അവരൊന്നിച്ച് ബേർഷെബയിലേക്ക് തിരിച്ചുപോയി. അബ്രാഹാം ബേർഷെബയിൽ പാർത്തു. തന്റെ സഹോദരനായ നാഹോറിന് മിൽക്കായിൽ മക്കളുണ്ടായ വിവരം അബ്രാഹാം അറിഞ്ഞു. അവർ മൂത്തവനായ ഊസ്, അവന്റെ സഹോദരൻ ബൂസ്, ആരാമിന്റെ പിതാവായ കെമുവേൽ, കേസ്, ഹാസോ, പിൽഷാത്ത്, ഇത്ലാ, ബത്തുവേൽ എന്നിവരായിരുന്നു. ബത്തുവേൽ റബേക്കയുടെ പിതാവായിരുന്നു. അബ്രാഹത്തിന്റെ സഹോദരനായ നാഹോറിന് മിൽക്കായിൽ ഉണ്ടായവരാണ് ഈ 8 പേരും. അതിനു പുറമെ അവന്റെ ഉപനാരിയായ റൌമായിൽ നിന്ന് ഏബഹ്, ഗഹ, തഹഷ്, മറക്കാഫ് എന്നീ മക്കൾ ജനിച്ചു. കർത്താവിന്റെ വചനം.